Hello students, welcome to engineering assignments. ഇന്ന് നമ്മൾ engineering assignmentsൽ എങ്ങനെയാണ് ഒരു ക്ലാസിഫയറിന്റെ പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമ്മൾ ഒരു ക്ലാസിഫയറിന്റെ എറർ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ഫ്രം ദ ട്രെയിനിങ് ഡാറ്റ നമ്മളൊരു മോഡൽ ഉണ്ടാക്കും. ഈ മോഡലിനെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്, കുറച്ച് ടെസ്റ്റ് ഡാറ്റ ഇട്ടിട്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പെർഫോമൻസ് എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇത് മെഷർ ചെയ്യുന്നത് പ്രിസിഷൻ, റീകോൾ, ആക്യുറസി, എറർ റേറ്റ്, സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി, എഫ് മെഷർ, ROC, AUC വെച്ചിട്ടാണ് നമ്മൾ ഒരു ക്ലാസിഫയറിന്റെ എറർ മെഷർ ചെയ്യുന്നത്. Now, consider a binary classification model. Binary classification model എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇതിൽ നിന്ന് രണ്ട് ഔട്ട്പുട്ടേ വരുള്ളൂ, യെസ് ഓർ നോ, ട്രൂ ഓർ ഫാൾസ്. അപ്പൊ അങ്ങനത്തെ ഔട്ട്പുട്ട് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ മോഡൽ നമ്മൾ എടുക്കുക. അതിൽ നിന്ന് രണ്ട് ലേബിൾ ഓഫ് ഡാറ്റ സെറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദ ലേബിൾസ് P, C ആൻഡ് നോട്ട് C. സോ X be the ടെസ്റ്റ് ഇൻസ്റ്റൻസ്. അപ്പൊ അതിൽ 4 പാരാമീറ്റേഴ്സ് നമുക്ക് പഠിക്കേണ്ടി വരും. വൺ ഇസ് ട്രൂ പോസിറ്റീവ്, സെക്കൻഡ് വൺ ഫാൾസ് നെഗറ്റീവ്, തേർഡ് വൺ ട്രൂ നെഗറ്റീവ്, ഫോർത്ത് വൺ ഫാൾസ് പോസിറ്റീവ്. ഇതെന്തെല്ലാം എന്ന് നമുക്ക് കാണാം. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ട്രൂ പോസിറ്റീവ് എന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ് ദ ട്രൂ ക്ലാസ് ലേബൽ ഓഫ് X be C. The model predicts the class of X as C. Then we say that the classification of X is true positive. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു മോഡൽ ഉണ്ടെങ്കിൽ അതിന് ഞാൻ ടെസ്റ്റ് ഇൻപുട്ട് X കൊടുക്കുകയാണെങ്കിൽ ലേബിൾ ചെയ്തിട്ടുള്ളത് C ആണ്, അതേപോലെ തന്നെ മോഡൽ പ്രെഡിക്റ്റ് ചെയ്തതും C ആണെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്നത് ട്രൂ പോസിറ്റീവ് എന്നാണ്. അടുത്തത് ഫാൾസ് നെഗറ്റീവ്, FN. ലെറ്റ് ദ ട്രൂ ക്ലാസ് ലേബിൾ ബി C. If the model predicts the label as not C, then we say that the false negative. അല്ലെ, നമ്മൾ കൊടുത്തത് പോസിറ്റീവ് ആണ്, പക്ഷെ കിട്ടിയത് നമുക്ക് നെഗറ്റീവ് ആണ്. അപ്പൊ ഞാൻ ഈ മോഡൽ കണ്ടുപിടിച്ചത് തെറ്റല്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത് ഫാൾസ് നെഗറ്റീവ്. ഈ കിട്ടിയിട്ടുള്ള നെഗറ്റീവ് ഫാൾസ് ആണെന്നർത്ഥം. നെക്സ്റ്റ്, ട്രൂ നെഗറ്റീവ്. ലെറ്റ് ദ ട്രൂ ക്ലാസ് ലേബൽ ഓഫ് X be not C. If the model predicts the class of X as not C itself, then we say that the X is true negative. Okay, സോ നമ്മൾ കൊടുത്തതും നെഗറ്റീവ്, കൊടുത്തതും നോട്ട് സി, ഔട്ട്പുട്ട് കിട്ടിയതും നോട്ട് സി. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആസ് ട്രൂ നെഗറ്റീവ്. നെക്സ്റ്റ് ഇസ് ഫാൾസ് പോസിറ്റീവ്. യു ആർ ഗിവൺ നോട്ട് സി ആൻഡ് ദ ക്ലാസിഫയർ മോഡൽ വിൽ ഗിവ് യു സി. സോ വാട്ട് പോസിറ്റീവ് യു ഹാവ് ഫൗണ്ട് ഔട്ട് ഇസ് false. So it will be called as false positive. So if it is okay, we'll go for a matrix called as confusion matrix. നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും, ഈ മെട്രിക്സ് ഒരു 2x2 മെട്രിക്സ് ആണ്. അപ്പൊ 2 റോസും 2 കോളംസ് ഉണ്ടാവും. അപ്പൊ ഇറ്റ് വിൽ ബി ഹാവിങ് ട്രൂ പോസിറ്റീവ്, ഫാൾസ് നെഗറ്റീവ് ആൻഡ് ട്രൂ നെഗറ്റീവ്. ഓക്കെ, ഇതെല്ലാം കൂടിയും ഉള്ള ഒരു മെട്രിക്സിനെയാണ് നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ മെട്രിക്സിനെ ഈ ഭാഗത്ത് പ്രെഡിക്റ്റഡ് ആയിരിക്കും, ഈ ഭാഗത്ത് ആക്ച്വൽ കണ്ടീഷൻ ആയിരിക്കും വരുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്ച്വൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, പ്രെഡിക്റ്റഡ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രൂ പോസിറ്റീവും ഫാൾസ് നെഗറ്റീവും ഒക്കെ നമ്മൾ എഴുതണമെങ്കിൽ. അപ്പൊ കൺഫ്യൂഷൻ മെട്രിക്സിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ, കൺഫ്യൂഷൻ മെട്രിക്സ് ഇസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പെർഫോമൻസ് ഓഫ് എ ക്ലാസിഫിക്കേഷൻ മോഡൽ ഓൺ എ സെറ്റ് ഓഫ് ടെസ്റ്റ് ഡാറ്റ ഫോർ വിച്ച് ദ ട്രൂ വാല്യൂസ് ആർ നോൺ. A confusion matrix is a table that categorizes a prediction according to whether they match the actual value. For 2-class data set, a confusion matrix is a table with 2 rows and 2 columns that reports the number of false positive, false negative, true positive and true negative. So see here, predicted condition in true, actual condition in true ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, true positive. Predicted condition true, actual condition false ആണ്, you will get false positive. Predicted condition false ഉം actual condition true ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താ, false negative. Predicted condition false ഉം actual conditionും false ആണെങ്കിൽ say that it is true negative. So this is how you have to fill inside this confusion matrix. ഈ confusion matrix കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് precision എന്താണ്, recall എന്താന്ന് പറയാൻ പറ്റും. ഒരു മെഷീൻ ലേണിംഗിൽ പ്രിസിഷനും റീകോൾ പറഞ്ഞാൽ രണ്ട് മെഷേഴ്സ് ആണ്. ഈ മെഷേഴ്സ് ഒരു ക്ലാസിഫയറിന്റെ ആക്യുറസി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ വിൽ മെഷർ ദ ക്വാളിറ്റി ഓഫ് റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബൈനറി ക്ലാസിഫയർ.
Precision എന്ന് പറഞ്ഞാൽ it's a ratio between TP and all predicted positive. So P is equal to TP by TP plus FP. And recall is ratio between TP and all the actual positive. That is R is equal to TP by TP plus FN. And കുറച്ച് അതർ മെഷേഴ്സ് വഴി നമുക്ക് പെർഫോമൻസ് അറിയാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞാൽ TP plus TN divided by all the things which is there in your confusion matrix. That is TP plus TN plus FP plus FN. Okay. And error rate എന്ന് പറഞ്ഞാൽ 1 minus accuracy ആയിരിക്കും. Sensitivity is TP plus TP plus FN. So have you seen this formula somewhere else? Yes, it is recall itself. Fourth one, specificity. Specificity is TN divided by TN plus FP. And next one is F measure. F measure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസിഷനെയും റീകോളിനെയും കൂടിയും ഒരുമിച്ചാക്കിയിട്ടാണ് നമ്മൾ എഫ് മെഷർ എന്ന് പറഞ്ഞു എഴുതുന്നത്. ദാറ്റ് ഇസ് 2 into precision into recall divided by precision plus recall. ഇതിൻ്റെ രണ്ടിൻ്റെ ഫോർമുലാസ് കൂടി ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് നമുക്ക് മേലെ കിടക്കുന്ന ഇക്വേഷൻ കിട്ടുന്നത് 2 into TP divided by 2 into TP plus FP plus FN. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. സപ്പോസ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ട് which recognize a dog in a photograph and it identifies 8 dogs in a picture containing 12 dogs and some cats. Of 8 dogs identified, 5 are actually dogs while the rest are cats. Compute the precision and recall of the computer program. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഡോഗ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡോഗിനെ നമുക്ക് പോസിറ്റീവ് എന്ന് എടുക്കാം, ക്യാറ്റ് നമുക്ക് നെഗറ്റീവ് എന്ന് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ ഒരു കൺഫ്യൂഷൻ മെട്രിക്സ് എഴുതാം. സോ ഐ ഹവ് റിട്ടൺ ആക്ച്വൽ കണ്ടീഷൻ ഡോഗ്, ആക്ച്വൽ കണ്ടീഷൻ ക്യാറ്റ്, പ്രെഡിക്റ്റഡ് കണ്ടീഷൻ ഡോഗ്, പ്രെഡിക്റ്റഡ് കണ്ടീഷൻ ക്യാറ്റ്. ആക്ച്വൽ കണ്ടീഷനിൽ നമുക്ക് എത്ര ഡോഗ്സ് ഉണ്ട്? ശരിക്കും നമുക്ക് 12 ഡോഗ് ഉണ്ട്. പിന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തത് എത്ര ഡോഗാണ്? പ്രെഡിക്റ്റ് ചെയ്തത് 8 എണ്ണം. ഓക്കെ, സോ ആക്ച്വൽ എത്ര എണ്ണം എന്ന് ആദ്യം എഴുതുക, പ്രെഡിക്റ്റഡ് എത്ര എണ്ണം എന്ന് ആദ്യം എഴുതുക. എന്നിട്ട് ഈ പ്രെഡിക്റ്റഡിൽ നിന്ന് എത്ര എണ്ണം ഡോഗ് ആയിരുന്നു കറക്റ്റ് ആയിട്ട് ഡോഗ് ആയിരുന്നു? സോ പ്രെഡിക്റ്റഡും ഡോഗ്, ആക്ച്വലി എത്ര ഡോഗ്? അത് 5 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 8 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം ഡോഗ് ആവുമ്പോൾ എത്ര എണ്ണം തെറ്റി ക്ലാസിഫൈ ചെയ്തു? 3 എണ്ണം. Okay, so you will get 5 here, you will get 3 here. ഇനി ആക്ച്വലിൽ നിന്ന് 12 എണ്ണം ആക്ച്വലി ഇറ്റ് വാസ് ഡോഗ്. സോ ഓൾറെഡി നമ്മൾ പ്രെഡിക്റ്റഡ് 5 എണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എത്ര പ്രെഡിക്റ്റഡ് ക്യാറ്റ് ഉണ്ടാവും? അപ്പൊ 7 എണ്ണം പ്രെഡിക്റ്റഡ് ക്യാറ്റ് ഉണ്ടാവും. സോ വി ക്യാൻ റൈറ്റ് പ്രിസിഷൻ ഇസ് ഈക്വൽ ടു TP by TP plus FP. TP പറഞ്ഞ 5, TP plus FP പറഞ്ഞ 5 plus 3, that is 8. So you will get 5 divided by 8. Now recall. R is equal to TP divided by TP plus FN, which is equal to 5 divided by 5 plus 7, that is 5 by 12. So students, I hope that it is clear to you. Thank you students. Thank you for watching my video.